കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ജെം സ്റ്റേറ്റ്മെൻറ്റ്സ്, ആദ്യം എന്താണ് ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ജെം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ തന്നെ നമുക്ക് പഠിക്കണം, പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്നതാണ്. അപ്പം ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ആദ്യം പറയാം. ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the statements that facilitate the transfer of program control from one place to another is called gem statements. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ: the statements that facilitate the transfer of program control, അതായത് പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാറ്റുക എന്നുള്ളതാണ്. ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്ന. അപ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ ഇതാണ്: പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ജെം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരിക്കൽ കൂടെ അതിൻ്റെ മലയാളം പറയാം: പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം, അതായത് പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ജെം സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്കത് ക്ലിയർ ആയിട്ട് എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഈ C++ൻ്റെ അകത്ത് 4 പ്രധാനപ്പെട്ട ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതിൻ്റെ പേരുകളൊന്ന് നോക്കാം. ഒന്നിൻ്റെ പേര് റിട്ടേൺ എന്നാണ്, രണ്ടാമത്തേത് ഗോ ടു എന്നാണ്, മൂന്നാമത്തേത് ബ്രേക്ക്, ആൻഡ് ഫോർത്ത് വൺ ഈസ് കണ്ടിന്യൂ. സോ ദീസ് ആർ ദി ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. അപ്പോൾ ഒന്നും കൂടെ C++ൻ്റെ അകത്ത് ജെം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. ഒന്ന് റിട്ടേൺ ആണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ് കീവേഡ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കീവേഡ്സ് ആണ്, C++ലെ കീവേഡ്സ് ആണ്. അപ്പം ഇതിന് നമുക്കറിയാം കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇത് ഓരോന്നും ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇത്രയും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നവർക്ക് മനസ്സിലാവും. ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ജെം സ്റ്റേറ്റ്മെൻറ്റ് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കത് നോക്കാം ഏതൊക്കെയാണ് ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഒന്ന് റിട്ടേൺ എന്നുള്ളതാണ്, 2 ഗോ ടു ഒറ്റ വേർഡാണ്, മൂന്നാമത്തേത് ബ്രേക്ക്, ആൻഡ് ഫോർത്ത് വൺ ഈസ് കണ്ടിന്യൂ. സോ ഇത് 4ഉമാണ് C++ൻ്റെ അകത്തെ ജെം സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ നോട്ടിലേക്ക് തന്നെ വരാം. ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ഡെഫിനിഷൻ: ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് 8th ലൈൻ വർക്ക് ചെയ്യുകയാണ്. അത് കഴിയുമ്പോഴത്തേന് പിന്നെ 9th, 10th, 11th, 12th ഒന്നും ലൈൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ട. അവിടെ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യണം. ആ ഭാഗത്തു നിന്ന് നമ്മൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ വേറൊരു ഒരു 18th ലൈനിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ജെം സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മളിത് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഈ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾ യൂസ് ചെയ്യും C++ൽ. ആ ഫംഗ്ഷന് പറയുന്ന പേര് എക്സിറ്റ് ഫംഗ്ഷൻ എന്നാണ്. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടറിയാം, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാരന്തസിസ് ഇല്ല. നമ്മൾ മെയിൻ ഫംഗ്ഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് കൂടാതെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്? എക്സിറ്റ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഇത് ഫംഗ്ഷനാണ്, ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എന്താണ്? പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഒരു അൺകണ്ടീഷണൽ ജമ്പാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ എക്സാമ്പിളിൽ കൂടെ നമുക്കത് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യത്തേത് നമുക്ക് പഠിക്കേണ്ടത് റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു, ഈ ജെം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ സംശയം ചോദിച്ചു റിട്ടേൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നത് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ നോക്ക്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. എന്താണ് ജസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം ഓർ ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ കോളിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ 3rd ചാപ്റ്ററിലെ പഠിക്കത്തുള്ളൂ. ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം ഒന്ന് നോക്കുക. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ
control back to the calling program or come out of a function. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ്റെ അകത്ത് നമുക്കൊന്നും കൂടെ നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട് ആർ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫർ എന്താണ് പ്രോഗ്രാം കൺട്രോൾ, പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം. ബാക്കി എന്താണ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, സോ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ട്രാൻസ്ഫർ. എപ്പം ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ കിട്ടണം. ഓക്കെ, ഇനി നോക്കുക C++ൻ്റെ അകത്ത് ഏതെല്ലാം രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പഠിച്ചത്. 4 എന്നാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? എന്ന് പറയാമോ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, റിട്ടേൺ. നമ്മളത് പറയുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. 2, ഗോ ടു എന്നുള്ളതാണ് അടുത്ത ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു ഒറ്റ വേർഡാന്ന് പറഞ്ഞു. അടുത്തത് ബ്രേക്ക്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇത് കൂടാതെ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഓർക്കുന്നുണ്ടോ? എന്താണ് ആ ഫംഗ്ഷൻ്റെ പേര്? ആ ഫംഗ്ഷൻ്റെ പേര് എക്സിറ്റ് ഫംഗ്ഷൻ ആണ്. EXIT. സോ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഈ പാരന്തസിസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെല്ലാം ഉണ്ട്, 4 തരത്തിലുണ്ട്. അതുകൂടാതെ ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ യൂസ് ചെയ്യും. അതിൻ്റെ പേര് എക്സിറ്റ് ഫംഗ്ഷൻ എന്നാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അൺകണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻ എ പ്രോഗ്രാം എന്നാണ്. നേരത്തെ ഒരു കണ്ടീഷൻ ഇന്നതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതൊരു അൺകണ്ടീഷണൽ ട്രാൻസ്ഫർ ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം ഓർ ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. അത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ ഓരോന്നിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, താങ്ക് യു ഓൾ.